വലിയ പ്ലാനൊന്നും ഇല്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് തന്നെ പതുക്കെ റിലാക്സ്ഡ് ആയിട്ടാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിന് പുറത്തേക്കുള്ളൊരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വീട്ടിലേക്കൊക്കെ ഫോണൊക്കെ ചെയ്തതിന് ശേഷമാണ് പതുക്കെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണേ കേട്ടോ. ബ്രെഡ് അവിടെ നിന്ന് മേടിച്ചു നമ്മ. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലുണ്ടല്ലോ, അതിൻ്റെ അകത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഒന്ന് ചെന്ന് ഓടിച്ചൊക്കെ നോക്കി. കാരണം രാത്രി ആയതുകൊണ്ട് കുറേ സർവീസസൊക്കെ അടച്ചിട്ടേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി, അതൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയേക്കുന്നത്. ഹലോ, നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പോൾ നമ്മൾ ഇന്ന് സ്പെയിനിലെ ആദ്യത്തെ ദിവസം എന്ന് പറയും. നമ്മൾ ഇന്നലെയാണല്ലോ എത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്, ഓരോ സ്ഥലമായിട്ട് നോക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഇന്ന് ഈ ഒരു ഭാഗത്തുള്ള ഇതിപ്പോൾ ഫെങ്കുറോള എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തുള്ള സ്ഥലത്തോട്ടൊക്കെയാണ് പോകുന്നത്. ഇവിടെ അടുത്ത് കുറേ ബീച്ചസും പിന്നെ ഒരു തീം പാർക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. ഇത് സെർച്ച് ചെയ്തപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇന്നലെ ഒരു മോളിൽ പോയായിരുന്നല്ലോ, മൈരാമർ മോളിൽ. അപ്പോൾ ആ മോളിൽ പോയിട്ട് നമുക്ക് കുറേയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കുറേയൊക്കെ മോൾ അടയ്ക്കുന്നൊരു ഇതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ അത് കാരണം ഒന്നുകൂടി ഒന്ന് മുകളിലേക്കൊന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ വഴിയിൽ പാർക്ക് കണ്ടു. ഇവരുടെ പാർക്കിലോട്ട് നീങ്ങിയിട്ടുണ്ട് കേട്ടോ. പാർക്കിലൊന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് പോകാം. ഇവിടെ നിൽക്കും. നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്ക്. അത് ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാർക്ക് വരുന്നതും അതുപോലെ തന്നെ മോള് വരുന്നതും എല്ലാം അതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ നിറച്ചുണ്ടല്ലോ ഇതുപോലെ തത്താളായിരുന്നു കേട്ടോ, നിറച്ചും. അപ്പോൾ നല്ല രസമായിട്ട് തത്തയുടെ സൗണ്ടും എല്ലാം കാര്യങ്ങളും കേൾക്കാം. നിറച്ചുണ്ട്, എല്ലാ മരത്തിലും തത്തയായിരുന്നു. കൂടാണ് ഫുള്ള്. പാർക്കിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, കുട്ടികളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര പാടാണ്. ഇത്തിരി കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഈ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മിരാമർ എന്ന് പറഞ്ഞ നമ്മുടെ മോളിരിക്കുന്നത്. അപ്പോൾ ഞാൻ പല സ്ഥലത്തും അവിടെ വോയിസ് ഇങ്ങനെ കൊടുത്തപ്പോൾ മൈരാമർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പിന്നീടാണ് അറിയണത് മിരാമർ എന്നാണ് ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മോളിലേക്ക് അങ്ങനെ കയറുകയാണ്. എന്താ സ്പെയിനിൽ വാഴയുണ്ട്, കുഴപ്പനും ഉണ്ടായിട്ടുണ്ട് അല്ലേ, വാഴയുണ്ട്. മുകളിൽ കയറിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരാപ്പാര നടക്കുമായിരുന്നു കേട്ടോ. കുറേ കടകളുണ്ടാവും. നമുക്കറിയാലോ മുകളിൽ കയറുമ്പോഴുള്ള ഒരു അവസ്ഥ എന്താണെന്ന്, വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുക തന്നെ. പിന്നെ വലിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആദ്യത്തെ ദിവസം കൂടിയാണല്ലോ, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. ഓരോ കടകളിൽ ഇങ്ങനെ ഒന്ന് കയറി ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ പുറത്ത് നല്ല ചൂടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറിയപ്പോൾ നല്ല സുഖമായിരുന്നു. നമുക്കൊരു തണുപ്പും എല്ലാ കാര്യങ്ങളും കിട്ടുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കേട്ടോ, സച്ചു ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കുന്നത്. വലിയ കാര്യമായിട്ട് ഒറ്റയ്ക്കൊക്കെ നടക്കാൻ, കൈയൊക്കെ വിട്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഫ്രണ്ടിലും നടക്കും. പക്ഷേ എന്നാലും നമ്മൾ പുറകെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്കൊന്ന് ഓട്ടക്കണ്ണിട്ട് ഇങ്ങനെ നോക്കുകയും ചെയ്യും കേട്ടോ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്. എന്നാലും മുന്നേ തന്നെ നടക്കാൻ ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ UK നമ്മൾ സ്ഥിരമായിട്ട് പോകാറുള്ള പ്രൈമാർക്ക് എന്ന് പറഞ്ഞ കടയും കൂടി അവിടെയുണ്ട്. ക്ലോത്തിങ് ഷോപ്പാണ്. അപ്പോൾ ആ കടയെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികളൊക്കെ ഒന്ന് കയറിയിരിക്കുക എന്നുള്ളത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കയറ്റി പിന്നെ നിർബന്ധിച്ചൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുവരുന്നു കേട്ടോ. ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ 1 മണിക്കൊക്കെയാണ് തുറക്കുന്നത്. 1 മണി മുതൽ 3 മണി വരെ ഇവിടുത്തെ ആൾക്കാരുടെ ഡിന്നറാണ്. അപ്പോൾ എല്ലാം അടച്ചിട്ടേക്കുക. ഇപ്പോൾ സമയത്ര 11 മണിയല്ലേ. 1 മണി വരെയൊക്കെ ഇവിടെ തുറക്കുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ ലഞ്ച്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന ദിവസം തന്നെ നമ്മൾ KFC എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മോളിൽ നിന്നായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കണ്ട KFC നിന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കൂടി അവിടെ ഇങ്ങനെ കറങ്ങി നടന്നതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ കാണാൻ പറ്റുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ തന്നെയാണ്. എല്ലാം ചുറ്റും ഇങ്ങനെയാണ് കേട്ടോ. പാർക്കിൻ്റെ അവിടെ നിന്നാലും കാണാം, നമുക്ക് മോളിൻ്റെ അവിടെ നിന്നാലും കാണാം, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറേ ബ്രിഡ്ജസൊക്കെ ഉണ്ട്. ബ്രിഡ്ജസൊക്കെ ഇങ്ങനെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത്. നമ്മൾ ഫുള്ള് നടക്കുകയായിരുന്നു. നമ്മൾ എന്താ പറയുക, മാപ്പ് ഇട്ടിട്ട് നടക്കുകയായിരുന്നു കേട്ടോ.
നമ്മളിപ്പോൾ നടക്കുന്നത് ബീച്ചിലോട്ടാണ്. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ പിന്നെ നേരെ ബീച്ചിലോട്ട് തന്നെ വിടാമെന്ന് വിചാരിച്ചു. നല്ല വ്യൂ അവിടെ. ആ അതാ നമ്മുടെ ഹോട്ടല്, മൈരാമർ ഹോട്ടൽ അപ്രോസ്. ഇതാ ഇവിടെ റോഡുണ്ട്. ആ റോഡ് ക്രോസ് ചെയ്യാണ്ട് കിടക്കാനായിട്ടുള്ള ബ്രിഡ്ജാണ് ഇത്. അപ്പോൾ അതാ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബീച്ചിൻ്റെ ഏരിയ എത്തി. എന്തിനാണ് ഇത്ര പേടി? ഇതാ എന്തിനാ? ഇതല്ല നമ്മൾ പോണേ. അപ്പോൾ അതാ ഈ വലിയൊരു ബീച്ചിന് അവരിങ്ങനെ കുറേ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ ഇനിയും വഴിയുണ്ടെന്നുള്ള രീതിയിലാണ് കാണിച്ചത്. അപ്പം നമ്മൾ ആ ഒരു പോർഷനിലേക്ക് തന്നെ നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഈ ഇങ്ങനെ സെക്ഷനായിട്ട് അപ്പം നമുക്ക് അത്രയും എന്താ പറയുക, അങ്ങനെ ആ ഒരു ഏരിയയൊക്കെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ പോവായിരുന്നേ. കുറേ നടന്ന് കഴിയുമ്പോൾ നമ്മൾ മാപ്പിട്ട സ്ഥലം നോക്കിയില്ല, എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ നമ്മളൊരു സ്ഥലത്ത് അങ്ങനെ അങ്ങ് കൂടിയിട്ട് വലിയ തിരക്ക് നല്ല തിരക്കിത്തിരി കുറവുള്ള സ്ഥലത്തേക്ക് നമ്മളങ്ങ് കൂടുമായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിവിടെ ബീച്ചിൽ വന്ന് കുറച്ച് നേരം ഇരുന്നതാണ് കേട്ടോ. ഇവിടെ കുറേ ബെഡ് ഇട്ടിട്ടുണ്ട്. നമുക്കറിയില്ല, നമ്മളവിടെ വന്ന് കിടന്നു നൈസായിട്ട്. കിടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരാൾ വന്നിട്ട് ഞങ്ങൾക്ക് ചോദിച്ചു കാശ് തരാൻ പറഞ്ഞു. അത്ര തന്നെ. അവസാനം കാശ് കൊടുക്കേണ്ടി വന്നു. 14 യൂറോ രണ്ട് ബെഡിന് 14 യൂറോ. അപ്പോൾ ഒരെണ്ണം എടുത്താൽ മതിയായിരുന്നു. നമുക്ക് പെട്ടെന്ന് വന്ന് ചോദിച്ചപ്പോൾ നമ്മളും കൺഫ്യൂഷനായി. അതാണ് പറ്റിയത്. നല്ല ചൂടുണ്ട്, നല്ല ചൂട്, അടിപൊളി ചൂട്. അയ്യോ, അപ്പോൾ കുട്ടികൾ കൂടുതലും ഇങ്ങനെ മണ്ണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വെള്ളത്തിനേക്കാൾ കൂടുതൽ അവർ മണ്ണിലാണ് കളിച്ചത്. പിന്നെ മാത്രമല്ല, നമ്മളിന്ന് ആക്ച്വലി ഇറങ്ങാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നില്ല വന്നത്. പക്ഷേ വെതർ നന്നായതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങോട്ട് കയറുക ചെയ്ത്. അപ്പം വേറെ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുക്കാത്തതുകൊണ്ട് വെള്ളത്തിലേക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇറങ്ങിയില്ല. പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ, എന്തെങ്കിലും പനിയും കാര്യങ്ങളൊക്കെ വന്നാലും പ്രശ്നമല്ലേ. അപ്പോൾ അത് കാരണം അങ്ങനെ കുറേ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാതെ കുറച്ച് മാത്രമേ അവർ ഇറക്കിയുള്ളൂ. അപ്പോൾ അവർ കൂടുതലും ഇങ്ങനെ മണ്ണിലാണ് കേട്ടോ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്തായാലും ക്യാഷ് പേ ചെയ്തു. അപ്പോൾ പിന്നെ മാക്സിമം യൂസ് ചെയ്യാൻ. അപ്പോൾ അവിടെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പോയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം നമ്മളിങ്ങനെ വെള്ളത്തിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി. പക്ഷെ നമുക്ക് ആ ഒരു പോർഷനിൽ കൂടുതലും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടുത്തെ ബീച്ചിൽ മിക്കതും ഈ എന്താ പറയുക ഹാഫ് നേക്കഡായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ പ്രൈവസി പ്രമാണിച്ച് നമുക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടാണ് വെള്ളത്തിൻ്റെ സൈഡിൽ വീഡിയോസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, നോ 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 ഒരു ഗെയിമും ഇല്ല കേട്ടോ. നല്ല തണുപ്പ്. മഴ നല്ല തണുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലേക്ക് അങ്ങനെ കുറച്ച് നേരം കളിച്ചിരുന്നു. അതിനുശേഷം അവർ പിന്നെയും പോയിട്ട് കുറേ നേരം മണ്ണിലൊക്കെ കളിച്ചു കേട്ടോ. അതിനൊക്കെ ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഓരോ സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. കുടിക്കാനുള്ള വെള്ളവും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കൈ കഴുകാനും കാല് കഴുകാനും കുളിക്കാൻ വരെയുള്ള വെള്ളം, ഷവറും നടുക്കിലൊക്കെ കാണാൻ പറ്റും, ഷവറും ഉണ്ട്. അപ്പം അങ്ങനെ അവർ പിന്നെ നിറച്ചും മണ്ണായിരുന്നു കാലിലൊക്കെ. വെള്ളത്തിലിറങ്ങിയിട്ട് പിന്നെ മണ്ണിൽ കയറുമ്പോഴും കൂടുമല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വിശപ്പിൻ്റെ വിളി ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ വേഗം ഇവിടെ നിന്നെല്ലാം വൈൻഡപ്പ് ചെയ്തിട്ട് പതുക്കെ ആ വഴിയിലൂടെ ഒന്ന് നടക്കാൻ പോയി. കഴിക്കാനുള്ള സ്ഥലം കൂടി നോക്കണതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ വഴി കൂടെ ഇങ്ങനെ ഫുള്ള് നടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആ വഴിയിലാണ് നമ്മൾ മെക്ഡൊണാൾഡ്സും KFC ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയും കഴിക്കാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കായിരുന്നു. ഭയങ്കരമായിട്ടും എന്താ പറയുക, റഷായിരുന്നു കേട്ടോ റോഡെല്ലാം. പിന്നെ നല്ല, ഞാൻ പറഞ്ഞില്ല, ക്ലൈമറ്റ് നല്ലതായിരുന്നുകൊണ്ട് നല്ല തിരക്കുമായിരുന്നു. പിന്നെ ഒരു ഇത്തിരി ടൂറിസ്റ്റ് പ്ലേസാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ടൂറിസ്റ്റുകളുമുണ്ട്. ഫുൾ കടകളാണ്, റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, ടെക്സ്റ്റൈൽ ഷോപ്സ് ആയിക്കോട്ടെ. അതുപോലെ ഇങ്ങനെ വഴി നീള ഇതുപോലെ കണ്ണട, ബാഗുകൾ, ഷൂകൾ, ടീഷർട്ട്സ് അങ്ങനെ ഇങ്ങനെ വിൽക്കുന്ന കുറേ ആൾക്കാരിങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിൽ ഇങ്ങനെ കണ്ടില്ലേ മരം, ആ ടൈപ്പ് ഓഫ് മരമാണ് കേട്ടോ ഇവിടെ കൂടുതലും കണ്ടിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പിന്നെയും ഇങ്ങനെ നടന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു തീം പാർക്കിൽ പോകാനൊക്കെ ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ടൈം നോക്കിയപ്പോൾ വൈകുന്നേരം എന്നാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോകാം എന്നുള്ള രീതിയിലൊക്കെ നിന്നു. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ അതുപോലെ ബോട്ടിൻ്റെ സ്ഥലമാണ്, ബോട്ട് ട്രിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതും അത് എന്നെ കണ്ടു. അപ്പോൾ നമ്മളിങ്ങനെ പിന്നീട് പോയി അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ മെക്ഡൊണാൾഡ്സിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ മെക്ഡൊണാൾഡ്സിൽ വന്നു. പിന്നെ മെനു ഒന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, പിള്ളേർക്കാണെങ്കിലും ഇതായിരിക്കും കഴിക്കാൻ അവർക്കിഷ്ടം. ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. വഴിയിലിങ്ങനെ കണ്ടു കേട്ടോ നിറച്ചു ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ ഇട്ട് പൊള്ളിച്ച് കഴിക്കുന്നതൊക്കെ. അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അപ്പോൾ പിന്നെ തപ്പി പിടിച്ച് മെക്ഡൊണാൾഡ്സ് തന്നെ എങ്ങനെയെങ്കിലും കഴിപ്പിക്കണമല്ലോ. രാവിലെ ബ്രെഡ് മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരെ മെക്ഡൊണാൾഡ്സിലേക്കാണ് വന്നത്. അവിടുന്ന് പിന്നെ ഫുള്ള് കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പോയത്. ഇന്നത്തെ ദിവസത്തെ കാഴ്ചകളൊന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ വീഡിയോ വലിയ ലോങ് ആവും എന്നുള്ളതുകൊണ്ട് നമ്മൾ പതുക്കെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയുണ്ട് നമുക്ക് ഫിഷ് സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീം പാർക്ക് അടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ തീം പാർക്കിൽ പോയിട്ടുണ്ട്, ബോട്ട് ട്രിപ്പിനുള്ളത് ബുക്ക് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇനിയും ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെ പതുക്കെ അടുത്ത വീഡിയോയിലായിട്ട് കാണും. കാരണം ഇല്ലെങ്കിൽ വലിയ വീഡിയോ ആയിപ്പോവും. അപ്പോൾ അതായത് നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി വീഡിയോസ് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.